ഞങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റി, മുസ്ലിം കോർഡിനേഷൻ മുനീർ മാധ്യമങ്ങളെ കാണുന്നു. നേതൃത്വം എന്നും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാണ്. അത് ശിഹാബ് തങ്ങളുടെ കാലം മുതൽ, ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലം മുതൽ, പിന്നെ ഇപ്പം സാദിഖ് അലി തങ്ങളുടെ കാലത്തായാലും ആ കമ്മിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. അപ്പോൾ അവരുടെ പ്രതിനിധികൾ വരാറുണ്ട്. അപ്പോൾ ആ ബന്ധം കുറേ കാലമായിട്ടുള്ളതാണ്. അതിപ്പം മുസ്ലിം സംഘടനകളെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പിണറായി വിജയൻ വിളിക്കുമ്പോൾ ഇവരൊക്കെ അവരും വിളിച്ചിട്ടുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിയെ വിളിച്ചിട്ടില്ലേ? ഇപ്പോൾ അദ്ദേഹം ഇപ്പം ഈ ജമാഅത്തിൻ്റെ വലയിൽ കുടുങ്ങിയെന്നൊക്കെ പറയുന്നത് ഇത് എന്താണ്? ഈ രാജ്യത്തുള്ള ആളുകളെല്ലാം ഈ അംനീഷ്യ ബാധിച്ചവരാണെന്നുള്ള രീതിയിലാണ്. അൽഷിമേഴ്സ് ബാധിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. നമ്മളെല്ലാം മറന്നുപോയി. ഇത് മെനഞ്ഞാന്ന് നടന്ന സംഭവങ്ങളാണ്. ഇവിടുത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർ ഒരുമിച്ച് ഏതെല്ലാം പഞ്ചായത്തുകളിൽ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. LDFൻ്റെ പോസ്റ്ററുകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. വെൽഫെയർ പാർട്ടി പിന്തുണക്കുന്ന LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം, ഗ്ലാസ് അടയാളത്തിൽ എന്ന് പറഞ്ഞ ഓമശ്ശേരിയിലെ ഒരു മാഷയ്ക്ക് വേണ്ടി LDF ബൂത്ത് കമ്മിറ്റി ഒട്ടിച്ച പോസ്റ്ററിൻ്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും ചരിത്രത്തിൽ നിന്നും മാഞ്ഞു പോകുന്ന കാര്യമല്ല. SDP ആയിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിച്ചത് അവരല്ലേ? കോടിയേരി ബാലകൃഷ്ണൻ അന്ന് മത്സരിക്കുന്ന സമയത്ത് തേജസ്സിലല്ലേ കോടിയേരിയെ വിജയിപ്പിക്കണമെന്ന് പറയുന്ന പിന്നെ പരസ്യം വന്നത്. ഇപ്പോൾ ഈ സിറാജിൽ ഇപ്പോൾ ഈ അടുത്തവർ കൊടുത്ത പോലെ അന്ന് തേജസ്സായിരുന്നു അവരുടെ ഏറ്റവും വലിയ പത്രം. അതിനകത്താണ് കോടിയേരി വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രത്തിന് ഒരു പരസ്യം കൊടുക്കണമെങ്കിൽ അതൊരു ആത്മബന്ധമില്ലാതെ ചെയ്യുമോ? അതില്ല, അവരുടെ ഐഡിയോളജിയുമായുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിയും വ്യത്യസ്തമാണ്. രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണത്. അവരിപ്പോൾ രാഷ്ട്രീയമായി മാറി. അപ്പം വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ ഐഡിയോളജി വ്യത്യാസമുണ്ട്. പക്ഷേ അതേസമയം അവർക്ക് തീരുമാനിക്കാമല്ലോ ആർക്ക് പിന്തുണ കൊടുക്കണം, ആർക്ക് പിന്തുണ കൊടുക്കേണ്ടതാണ്. അത് അവരുടെ സൗകര്യമല്ലേ. അപ്പോൾ അവരിത്രയും കാലം ഇടതുപക്ഷത്തിന് കൊടുത്തു. അപ്പം ഞങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇടതുപക്ഷത്തിനായിരുന്നു ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ കുറേ കാലങ്ങളായി കൊടുത്തത്. പിന്നെ ഒരു തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ 2 സ്ഥാനാർത്ഥിക്ക് ലോക്സഭയിൽ പിന്തുണ കൊടുത്തു, ബാക്കിയുള്ളത് മുഴുവൻ ഇടതുപക്ഷത്തിന് കൊടുത്തു. അന്ന് ഇടതുപക്ഷമൊന്നും മിണ്ടിയില്ല. കാരണം എന്താ? ബഹുഭൂരിപക്ഷം സീറ്റുകളിലും അവർക്കായിരുന്നു പിന്തുണ. അപ്പോൾ 2 മറ്റവർക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിൽ ഇങ്ങോട്ട് വന്നപ്പോൾ പിണറായി വിജയന് പിന്നെ പാലിന് തീ പിടിച്ച പോലെ അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും പോയിട്ട് ഇത് പ്രശ്നം. മാത്രമല്ല എല്ലാം ഇപ്പം എന്ത് തന്നെ വ്യായാമം പോലും ജമാഅത്ത് ഇസ്ലാമി ലേബിൾ ഒട്ടിക്കുക. അപ്പം RSSൻ്റെ വ്യായാമം ഇവിടെ ആരും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതേപോലെ വ്യായാമം, പിന്നെ എന്തൊക്കെ ചെറിയ കാര്യങ്ങളുണ്ടോ അതെല്ലാം ജമാഅത്തിൻ്റെ പിന്നെ പ്രവർത്തനം കൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പിണറായി പറയുന്നത് കേരളം മൊത്തം ജമാഅത്വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. അതായത് വയനാടിൽ ജമാഅത്തെ ഇസ്ലാമി അല്ലാത്ത വേറെ ആരും ഇല്ല എന്ന് പിണറായിയാണ് പറയുന്നത്. ഞങ്ങളവിടെ പറയുന്നത് അവിടെ മതേതര വോട്ടുകൾ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകളടക്കം വോട്ട് ചെയ്തിട്ടാണ് 4 ലക്ഷം പിന്നെ അംഗങ്ങൾ അവിടെ. ഭൂരിപക്ഷം മാത്രമാണ് 4 ലക്ഷം. അത്രയും ജമാഅത്തെ ഇസ്ലാമി അവിടെ ഉണ്ടോ? അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ ഇതിനെയൊക്കെ മറികടക്കുക. അത് മുസ്ലിം ലീഗ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി ഈ ഒരു നിലപാടെടുത്തതിനെക്കുറിച്ച് അവർ തന്നെ പറയുന്നുണ്ട്. അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഫാഷിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു മുന്നണിക്ക് വേണ്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അടുത്തുള്ള സംസ്ഥാനങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരുമിച്ച് ചേർന്നിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു രാജസ്ഥാനിലും അവർ ഒരുമിച്ച് നിന്നിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരും മാർക്സിസ്റ്റ് നേതാക്കന്മാരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ തൊടുന്ന സമയത്ത് അത് അമ്പലപ്പുഴ പാൽപ്പായസവും, ഞങ്ങൾ തൊടുമ്പോൾ അത് കയ്പും പാവയ്ക്കാൻ നീരും ആകുന്നത് എന്താണ് എന്നുള്ളതാണ്. ഞങ്ങളവരെ തൊട്ടിട്ട് പോലുമില്ല.
ഇവർ മുന്നണിയായി നിന്ന് മത്സരിച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഒരു മുന്നണിയായി നിന്ന് മത്സരിച്ചിട്ടില്ല. അവർ ചില സ്ഥലത്ത് അവരെ പിന്തുണച്ചു എന്നുള്ളത് ശരിയാണ്. അവർ പിന്തുണയ്ക്കുന്നത് അവരുടെ പാർട്ടി ഓഫീസിലെടുക്കുന്ന തീരുമാനമാണ്. അത് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ചെന്നുകൊണ്ട് ബൂത്തിനകത്ത് കയറി നിന്ന് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ചെയ്യരുത് എന്ന് അതിനകത്തുനിന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ പൊളിറ്റിക്സ് അറിയുന്ന ആളുകൾക്ക് കൃത്യമായി അറിയുന്ന കാര്യമാണ്. ആര് പിന്തുണയ്ക്കുന്നു, ആര് പിന്തുണയ്ക്കുന്നത്. നമ്മൾ എടുക്കുന്ന നിലപാട് ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്നൊരു മുന്നണി സംവിധാനമുണ്ട്. ആ സംവിധാനത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഇല്ല.